ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറാണ് കേട്ടോ. ഗ്രാമർ ക്ലാസ്സിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടെൻസുകളെ കുറിച്ചാണ്. ടെൻസ് ടെൻസുകളെ കുറിച്ച് പറയുമ്പോൾ ടെൻസ് എന്ന് വെച്ചാൽ എന്താ? കാലങ്ങൾ പ്രധാനമായിട്ട് എത്ര തരത്തിലുണ്ട്? പ്രധാനമായിട്ടും ഈ ടെൻസ് എന്ന് പറയുന്നത് 3 തരത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ടെൻസിനെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വൺ പ്രസൻറ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസ്. സെക്കൻഡ് വൺ പാസ്റ്റ് ടെൻസ്. and third one future tense. ഇങ്ങനെ 3ആയി നമ്മൾ ടെൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തത് ഈ 3 ടെൻസിലും ഓരോന്നിനെയും നമ്മൾ വീണ്ടും ഫർദർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രസൻറ്റ് ടെൻസിനെ വീണ്ടും നമ്മൾ 4ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പാസ്റ്റ് ടെൻസിനെയും ഫ്യൂച്ചർ ടെൻസിനെയും ഒക്കെ 4ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് ഇനി നോക്കാം കേട്ടോ. അതിൽ പ്രസൻറ്റ് ടെൻസിൽ വരുന്ന 4 ഫോംസ്. ഫസ്റ്റ് വൺ ഇൻഡെഫിനിറ്റ് എന്ന് പറയും. അതായത് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഇൻഡെഫിനിറ്റ്. ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ കണ്ടിന്യൂസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ്. നെക്സ്റ്റ് പെർഫെക്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റ്. നാലാമത്തേത് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ 4 തരം തന്നെയാണ് പാസ്റ്റ് ടെൻസിൽ വരുന്നതും ഫ്യൂച്ചർ ടെൻസിൽ വരുന്നതും. അപ്പം നമ്മൾ നോക്കുമ്പോൾ മൊത്തം എത്ര തരത്തിലാണ് കാലങ്ങളുള്ളത്, ടെൻസ് ഫോംസ് ഉള്ളത്? മൊത്തം 12 ടൈപ്പാണുള്ളത്. എത്ര ടൈപ്പാണ്? 12 ടൈപ്പാണുള്ളത്. അപ്പം അത് ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഫസ്റ്റ് സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്,
പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ പാസ്റ്റില് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതുപോലെ ഫ്യൂച്ചറിൽ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ വരുമ്പോൾ മൊത്തം എത്ര ടൈപ്പ് സെൻറ്റൻസ് ആണുള്ളത്? 12 ടൈപ്പ് സെൻറ്റൻസ് ആണ് നമുക്ക് ഫസ്റ്റ് ഗ്രാമറിൽ പഠിക്കാനുള്ളത് കേട്ടോ. എത്ര ടൈപ്പാണ്? 12 ടൈപ്പ്, 12 ടൈപ്പ് സെൻറ്റൻസുകൾ നമ്മൾ പഠിക്കണം. ഓരോന്നും ഉദാഹരണമായിട്ട്. അപ്പം അതിൽ ആദ്യത്തേത് നമുക്കിന്ന് നോക്കാം. ഇന്ന് ഏതാണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻ്റ്. ഈ സിമ്പിൾ പ്രസൻറ്റില് സിമ്പിൾ പ്രസൻറ്റില് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ കുറച്ച് റൂൾസ് ആണ്. റൂൾസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എപ്പോഴൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഉപയോഗങ്ങൾ എപ്പോഴൊക്കെയാണ്. ഫസ്റ്റ് പറയുന്നത് സിമ്പിൾ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാബിച്വൽ ആക്ഷനെ കാണിക്കാനാണ്. എന്താ പറയുന്നത്? ഹാബിച്വൽ ആക്ഷൻ. എന്താണ് ഈ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയുന്നത്? ഹാബിച്വൽ ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സംഭവിക്കുന്നത്, സ്വാഭാവികമായും സംഭവിക്കുന്ന ചില പ്രവൃത്തിയാണ്. നിത്യേന എന്നാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവൃത്തികൾ. അതൊക്കെയാണ് ഹാബിച്വൽ ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എവിടെ ഉപയോഗിക്കുന്നു? ടു എക്സ്പ്രസ് സം ഹാബിച്വൽ ആക്ഷൻസ്. അതായത് സ്വാഭാവികമായി നിത്യേന എന്നാണ് ചെയ്യുന്ന ചില പ്രവൃത്തികളെ സൂചിപ്പിക്കാനായിട്ട്. അതായത് സാധാരണ സംഭവിക്കുന്നത്, അതൊക്കെ സ്വാഭാവികമാണ് എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പം എന്താ അതിന് ഉദാഹരണം? ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. ഒരു ഉദാഹരണം പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. Birds fly in the sky. എന്താണ് അതിൻ്റെ അർത്ഥം? അത് സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു സെൻറ്റൻസ് അല്ലേ. പക്ഷികൾ ആകാശത്ത് പറക്കാറുണ്ട്. നിത്യേനയുള്ള സാധാരണ സംഭവങ്ങളാണ്. അപ്പോൾ ഇതിനെ അങ്ങനെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ആണ് എന്ന് തിരിച്ചറിഞ്ഞത് എന്താ? ഫ്ലൈ എന്നുള്ള വാക്കാണ്. ഏത് വേർഡാണ്? ഫ്ലൈ എന്നുള്ളതാണ് കേട്ടോ. ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. അപ്പോൾ ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് എന്നുള്ളത് വെർബ്, നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് നോക്കിയിട്ടാണ്. ഇവിടെ ഫ്ലൈ പറക്കലാണ്. അപ്പോൾ ഫ്ലൈ എന്നുള്ള വാക്ക് എന്താ? സിമ്പിൾ പ്രസൻ്റ് ആണ്. ബേർഡ്സ് പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മൾ ഫ്ലൈ എന്നുള്ളത് ഉപയോഗിച്ചത്. ഇൻഡെഫിനിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്താ പറയുക? റൂട്ട് ഫോം ഓഫ് ദ വെർബാണ് നമ്മൾ ഇൻഡെഫിനിറ്റിൽ അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. റൂട്ട് ഫോം ഓഫ് ദ വെർബ്, വെർബിൻ്റെ ആദ്യത്തെ രൂപമാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹാബിച്വൽ ആക്ഷൻ ആണ്. അതായത് സാധാരണ, നിത്യം, സർവ്വസാധാരണമായ സംഭവങ്ങളെ സൂചിപ്പിക്കാനായിട്ട് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് രണ്ടാമത്തെ യൂസ്. രണ്ടാമത്തെ യൂസ് പറയുന്നത് ടു എക്സ്പ്രസ് സം യൂണിവേഴ്സൽ ട്രൂത്ത്. എന്താ പറയുന്നത്?
യൂണിവേഴ്സൽ ട്രൂത്ത്. അതായത് യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് വെച്ചാൽ എന്താ? ലോകസത്യങ്ങൾ പറയുമ്പോൾ എന്തുപയോഗിക്കുന്നു? സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നു. യൂണിവേഴ്സൽ ട്രൂത്ത്, ലോകസത്യങ്ങൾ, എന്നും ഒരേപോലെ നിലനിൽക്കുന്ന കാര്യങ്ങൾ, മാറ്റമില്ലാത്ത കാര്യങ്ങൾ, ലോകം അംഗീകരിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ളത് കാണിക്കുമ്പോൾ അവിടെ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനൊരു ഉദാഹരണം എന്താ പറയാ? ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അല്ലെങ്കിൽ ദ സൺ റൈസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എന്ത് പറയാം? ദ എർത്ത് മൂവ്സ് അറൗണ്ട് ദ സൺ. ഏതെങ്കിലും ഒന്ന് എഴുതാം കേട്ടോ. ദ എർത്ത് moves around the sun. Moves around the sun. The earth moves around the sun. ഇത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അതായത് ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ഏതാണ് സിമ്പിൾ പ്രസന്റ് ആയിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു പദം? ഏതാ? വെർബായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? മൂവ്സ് അല്ലേ? മൂവ്സ്. മൂവ്സ് എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കാം. മൂന്നാമത്തെ യൂസ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? സാധാരണയുള്ള നിത്യേനയുള്ള സംഭവങ്ങളെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സ്വാഭാവികമായ സംഭവങ്ങളെ സൂചിപ്പിക്കുന്നത്, ലോക സത്യങ്ങളെ, യൂണിവേഴ്സൽ ട്രൂത്തിനെ സൂചിപ്പിക്കുന്നത്. അടുത്തായിട്ട് പറയുന്നത് ടു ഡിസ്ക്രൈബ് സം പാസ്റ്റ് ഇവന്റ് ഇൻ ദ സ്റ്റോറി. അതായത് കഥയിലൊക്കെ, കഥ പറയുമ്പോൾ, മുന്നേ, കഥ എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞു പോയ സംഭവങ്ങളൊക്കെയാണ് അല്ലേ? പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ നമ്മൾ കഥ പോലെ പറയും. അപ്പൊ ആ കഥയിൽ കഴിഞ്ഞുപോയ സംഭവങ്ങളെ കുറിച്ച്, ടു ഡിസ്ക്രൈബ് സം പാസ്റ്റ് ഇവന്റ്, നടന്ന സംഭവങ്ങൾ പറയുമ്പോൾ, കഥയിൽ മുന്നേ നടന്ന സംഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ അവിടെ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ ഒരാളൊരു കാര്യം ഒരു കഥയായിട്ട് പറയാണ്. അപ്പോൾ അവർ നടന്നു വരികയായിരുന്നു. അപ്പോൾ ഒരാളെ കണ്ടുമുട്ടിയപ്പോൾ അവർ സംസാരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അവിടെ നടന്നൊരു സംഭവമൊക്കെ പറയുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ആയിട്ടാണ് പറയുക കേട്ടോ. അപ്പോൾ പാസ്റ്റ് ഇവന്റിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ, ടു ഡിസ്ക്രൈബ് സം പാസ്റ്റ് ഇവന്റ് ഇൻ ദ സ്റ്റോറി. ടു ഡിസ്ക്രൈബ് some past event in the story. അപ്പോൾ അതിനൊരു ഉദാഹരണം, കഴിഞ്ഞു പോയൊരു സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നത്. അതെങ്ങനെയാന്ന് നോക്കാം. അതിനൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. The brave boy take his sister and leaves for Holland. The brave boy. The brave boy, ആ ധീരനായ കുട്ടി, ധൈര്യമുള്ള കുട്ടി. The brave boy take, അവിടെ എന്താ പറയുന്നത്? The brave boy takes his sister.
സഹോദരിയെ എടുത്തു എന്ന്. ടേക്സ് ഹിസ് സിസ്റ്റർ ആൻഡ് എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് ലീവ്സ് ഫോർ ഹോളണ്ടിലേക്ക് പോയി. ലീവ്സ് ഫോർ പുറപ്പെട്ടു. ലീവ്സ് ഫോർ ഹോളണ്ട്. അപ്പൊ ഈ ഒരു സംഭവം പറയുമ്പോൾ ഇതൊരു കഥയിൽ പറഞ്ഞൊരു സംഭവമാണ്. അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ആണ്. അതേതൊക്കെയാ സിമ്പിൾ പ്രസന്റ് ആയിട്ട് വരുന്നത്? ടേക്സ്, അതുപോലെ ലീവ്സ്. ലെഫ്റ്റ് എന്നല്ല പറയുന്നത്, ലീവ്സ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത നോക്കാം. നാലാമത്തത്. ഇതൊക്കെ ഓരോ യൂസസ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞത് ഹാബിച്വൽ ആക്ഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത്, പിന്നെന്താ ടു ഡിസ്ക്രൈബ് സം പാസ്റ്റ് ഇവന്റ് ഇൻ ദ സ്റ്റോറി. അടുത്തത് ടു ഡിസ്ക്രൈബ് എ ഫ്യൂച്ചർ ഇവന്റ് വിച്ച് ഈസ് പാർട്ട് ഓഫ് എ പ്ലാൻ ഓർ അറേഞ്ച്മെന്റ്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ അവിടെയും ഉപയോഗിക്കുന്നത് എന്താ? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. സാധാരണ ഫ്യൂച്ചറിൽ നമ്മൾ ഫ്യൂച്ചർ ഫോം, വിൽ, ഷാൾ അതൊക്കെയാണ് ഉപയോഗിക്കാറ്. പക്ഷേ അടുത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ അതാണ് അടുത്ത യൂസ്. ടു ഡിസ്ക്രൈബ് a future event ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം, ഇവന്റ്, which is part of a plan or arrangement. ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോഴേ അറേഞ്ച് ചെയ്യുന്നത് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഈ കാര്യം മനസ്സിലായല്ലോ. ഇനി അതിന് നമുക്കൊരു ഉദാഹരണം നോക്കാം. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം ഇപ്പോഴേ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അതെങ്ങനെയാണ് പറയുന്നത്? അതിനൊരു ഉദാഹരണം നോക്കാം. The chief minister comes on Monday next. The chief minister comes on Monday next.
അവിടെ നമ്മൾ ഉപയോഗിച്ചത് ഏതാ? കംസ്. അത് സിമ്പിൾ പ്രസന്റിനെ സൂചിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ വിൽ കം എന്ന് പറയുള്ളൂ അല്ലേ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ. ഇവിടെ അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തത് അഞ്ചാമത്തെ യൂസ്. In exclamatory sentence begin with here and there. Express what is actually taking place in the present. Come and go are the most effective words in such a sentence. പിന്നെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത് എക്സ്ക്ലമേറ്ററി സെന്റൻസിലാണ്. എങ്ങനെയുള്ള എക്സ്ക്ലമേറ്ററി സെന്റൻസ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് വെച്ചാൽ അറിയില്ലേ? ആശ്ചര്യമായി പറയുന്ന സെന്റൻസ് ആണ്. ആശ്ചര്യസൂചകമായി പ്രയോഗിക്കുന്ന വാക്കുകളാണ്. അങ്ങനെയുള്ള വാക്കുകൾ എങ്ങനെയാണ്? ഈ എക്സ്ക്ലമേറ്ററി എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കം ഹിയറോ ദേറോ ഒക്കെ വെച്ച് ആരംഭിക്കുന്നതായിരിക്കും. അവിടെയൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കാറ്. സാധാരണ എന്താ? കം, ഗോ അതൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഇൻ എക്സ്ക്ലമേറ്ററി സെന്റൻസ്, ഇൻ എക്സ്ക്ലമേറ്ററി sentences എങ്ങനെയുള്ള എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ആണ്? ബിഗിൻസ് വിത്ത്, അത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത്? ബിഗിൻസ് വിത്ത് ചില വാക്കുകൾ പറയുന്നുണ്ട് ഹിയർ, ദർ. ഹിയർ, ദർ എന്നൊക്കെ തുടങ്ങുന്ന വാക്കുകളാണ്. അവിടെ സാധാരണ ഉപയോഗിക്കാറുള്ള വാക്കുകൾ എന്താണെന്നാ പറയുന്നത്? കം, ഗോ. കം എന്നുള്ള വാക്കും ഗോ എന്നുള്ള വാക്കൊക്കെയാണ് ഉപയോഗിക്കാറ്. ഇനി അതിൻ്റെ ഉദാഹരണം നോക്കാം കേട്ടോ. ഹാർക്ക് അതിന് എക്സാമ്പിൾ ആണ്. ഹാർക്ക്. ഹാർക്ക്. ഹിയർ കംസ് മൈ മാസ്റ്റർ. Here comes my master. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചത് എന്താ? ഹിയർ എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചത് കംസ് എന്നുള്ളതാണ് അല്ലേ? അപ്പം അത് നോട്ട് ചെയ്യുക കേട്ടോ. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ ഹിയർ എന്ന് ബിഗിൻ ചെയ്ത വാക്കുകളിൽ നമ്മൾ എന്തുപയോഗിക്കും? സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും. ഇനി അടുത്തത് ആറാമതായിട്ട് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്
ഇൻ ക്ലോസസ് ഓഫ് ടൈം ആൻഡ് കണ്ടീഷൻ. അതായത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, അതായത് കാലം അല്ലെങ്കിൽ ചില വ്യവസ്ഥകൾ അല്ലെങ്കിൽ ചില പീരീഡുകൾ, അതായത് ടൈം കണ്ടീഷൻ അല്ലെങ്കിൽ ക്ലോസ് ഫ്യൂച്ചർ ടെൻസ്, ക്ലോസുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫ്യൂച്ചർ ടെൻസിലേക്കായിട്ടുള്ള ഭാവിയിൽ ഇങ്ങനെ, എങ്ങനെയാണെങ്കിൽ അങ്ങനെ. ക്ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലിങ്ക് ചെയ്ത് വരുന്ന ചില വാക്കുകളാണ്. അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സിമ്പിൾ പ്രസൻ്റ് ആണ് ഉപയോഗിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുള്ള വാക്കുകളിലാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ക്ലോസസിലും പിന്നെ ടൈം കണ്ടീഷനിലും ഉപയോഗിക്കുന്നു. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ക്ലോസ് ഓഫ് ടൈം ആൻഡ് കണ്ടീഷനിൽ കേട്ടോ. ക്ലോസ് ഓഫ് ടൈം ആൻഡ് കണ്ടീഷൻ, സമയത്തിൻ്റെ വ്യവസ്ഥ അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ്. അപ്പം അതിനൊരു ഉദാഹരണം നോക്കാം. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, ഇഫ് ഇറ്റ് റെയിൻസ് വി ഷാൽ നോട്ട് ഗോ ഔട്ട് ഫോർ എ വാക്ക്. അവിടെ കണ്ടീഷനാണ്. ഇഫിൻ്റെ പ്രയോഗം എന്ന് പറയുന്ന കണ്ടീഷണൽ ക്ലോസ് ആണ് കേട്ടോ. ഇഫ് ഇറ്റ് റെയിൻസ്, ഇഫ് ഇറ്റ് റെയിൻസ് മഴ പെയ്യുകയാണെങ്കിൽ. ഇഫ് ഇറ്റ് റെയിൻസ് അപ്പോൾ അവിടെ കണ്ടീഷനായി അതിൻ്റെ കൂടെ ക്ലോസ് വന്ന എന്താ? വി ഷാൾ നോട്ട് ഗോ ഔട്ട് ഫോർ എ വാക്ക്. We shall not go out for a walk. അടുത്തത് ടു ബ്രോഡ്കാസ്റ്റ് റണ്ണിങ് കമന്ററീസ്, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പറയുമ്പോൾ ട്ടാ. അധികവും കളിയിലൊക്കെ ആയിരിക്കും. ടു ബ്രോഡ്കാസ്റ്റ് റണ്ണിങ് commentaries. നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ കമന്ററി പറയുമ്പോൾ, അപ്പം അതിന് ഉദാഹരണമായിട്ട് കളികളിലൊക്കെ ഏതെങ്കിലും സെന്റൻസുകൾ എടുത്താൽ മതി ട്ടാ. സച്ചിൻ കംസ് ഇൻ ആൻഡ് ബൗൾസ് ടു അജയ് സൂര്യ. സച്ചിൻ കംസ് ഇൻ and bowls to Ajay Surya.
ഇവിടെയൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. rains, go, comes, bowls, ഇനി അതുപോലെ ഒരു യൂസും കൂടിയുണ്ട്. ലാസ്റ്റ് വൺ, to describe a situation which is not likely to change or alter. To describe a situation which is not likely to, അതായത് ഒരിക്കലും മാറ്റം വരുത്താനായി ആഗ്രഹിക്കാത്ത ചില സിറ്റുവേഷനുകൾ, നോട്ട് ലൈക്ലി ടു ചേഞ്ച് ഓർ ആൾട്ടർ.